ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? നാട്ടിൽ നല്ല പെരുമഴയാണല്ലേ. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നാട്ടിലെ അവസാനത്തെ കുറച്ച് ദിവസങ്ങൾ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ലാസ്റ്റ് ഒരു 4-5 ദിവസത്തെ വ്ളോഗാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ വീട്ടിലാണിപ്പോൾ. അവിടുത്തെ നമ്മുടെ വേങ്ങശ്ശേരിക്കാവ് അമ്പലത്തിലേക്ക് വന്നിരിക്കുകയാണ് ഞങ്ങൾ. ഇതാണ് വേങ്ങശ്ശേരിക്കാവ് അമ്പലത്തിൽ നമ്മുടെ വീട്ടിൽ നിന്ന് നടക്കാനുള്ള ദൂരമുള്ളത്. ഈ പാടത്ത് കൂടെ നടന്നിട്ടാണ് ഇപ്പോൾ. അതല്ലാതെ നമുക്ക് കാറ് വഴിയും വരാം. പക്ഷേ ഞാൻ രംഷേട്ടനും കൂടെ നടക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ നടന്ന് വന്നതാണ്. ഇതിൻ്റെ ഷോർട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു അമ്പലമാണ്. പാലക്കാട് ജില്ലയിലാണ്. ഇവിടുത്തെ പൂരും കാര്യങ്ങളൊക്കെ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. പിന്നെയും കുറേ വിശേഷം ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇതാണ് നമ്മൾ കാക്കാപ്പൂ എന്ന് പറയാം. നിങ്ങളുടെ അവിടെ ഇതിന് എന്താ പറയുക എന്ന് പറയൂ കേട്ടോ. അതായത് ഈ ഓണത്തിന് നമ്മൾ തുമ്പപ്പൂവും ചിലങ്ങിപ്പൂവും ഇടില്ലേ, അതിൻ്റെ കൂടെ ഇടുന്ന പൂവാണ് ഇത്. ഇങ്ങനെ ഒരു കോലിൽ ഇതിനെയാണ് നമ്മൾ കാക്കാപ്പൂ എന്ന് പറയാം. നല്ല ഭംഗിയല്ലേ ഇത്. ഈ പാടത്തൊക്കെ വന്ന് ഇങ്ങനെ നിറയെ പൊട്ടിക്കും. ഈ ഒരു കളറ് ഭയങ്കര ഭംഗിയായിട്ട് ഇട്ട് കഴിഞ്ഞാൽ. പിന്നെ തുമ്പപ്പൂവും ചിലങ്ങിപ്പൂവും ഉണ്ടല്ലോ, നല്ല മണമുള്ള പലതുള്ളത്. അതൊക്കെ കണ്ടിട്ട് എത്ര കാലമായി. അപ്പോൾ ഇതാണ് വേങ്ങശ്ശേരിക്കാവ് അമ്പലം. ഇവിടെ നമ്മൾ തൊഴുത് തിരിച്ചു പോവാണ്. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്, ഈ ഒരു അമ്പലം, ഈ ഒരു ഏരിയ, നമ്മുടെ ഈ ഒരു നാട്ടിലെ ഈ ഒരു ഏരിയ, ഞാനിത് പലതവണ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ എന്നാലും കുറേ സിനിമകളിൽ, സത്യനന്ദിക്കാടിൻ്റെ ഒരുവിധം സിനിമകളിലൊക്കെ ഉള്ള ഒരു ഏരിയയാണ് കേട്ടോ. അതായത് പൊന്മുട്ടയിടുന്ന തറ. അതായത് ഈ ഒരു ഏരിയയില നമ്മുടെ ഒരു കോട്ടപ്പാടം, തൊഴൂക്കര, തണ്ണീർക്കോട്, തലക്കശ്ശേരി ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് പൊന്മുട്ടയിടുന്ന താറാവ്. പീടക്കോഴി എന്താണ്, മഴവിൽ കാവടി, പിന്നെ കുറേ സിനിമയില്ലേ സത്യനന്ദിക്കാട്, പൊന്തന്മാട, അത് പിന്നെ ആ സൈഡിലാണ്. പക്ഷേ ഈ മഴവിൽ കാവടിയിലും പൊന്മുട്ടയിടുന്ന താറാവിലൊക്കെ ഉള്ള പാട്ടുകൾ, അതേപോലെ ആ സിത്താരയൊക്കെ ഇങ്ങനെ ഓടി വരുന്ന ആ പാട്ട് ഏതാണ്, ആ പാട്ട് ജയറാമും സിത്താരയും കൂടിയിട്ടുള്ള, അതൊക്കെ നമ്മുടെ ഈ ഏരിയയിലാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ സത്യനന്ദിക്കാടിന്റെ പണ്ടത്തെ എല്ലാ സിനിമകളും ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഏരിയ. ഞാനൊരു 16-17 വർഷമായിട്ട് കേൾക്കണത് ഈ എല്ലാ കൊല്ലം ഇനിയും കേൾക്കും. ഈ വീഡിയോ കാണുന്നവര് കഴിഞ്ഞ 5 വർഷമായി കേൾക്കുന്നത്. പറഞ്ഞോളൂ മനസമാധാനത്തിന്. എന്ത് രസം, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അല്ലേ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാടം. അതിന്റെ ശേഷം സത്യനന്ദിക്കാട് പിന്നെ ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല. ലേറ്റസ്റ്റ്, സോറി പറയാൻ മറന്നു, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു മനസ്സിനക്കരെ മറക്കൂടയൽ. അതിന്റെ കുറച്ച് ഭാഗം ഷൊർണൂരാണ് ആ പാട്ട്. പക്ഷെ നമ്മുടെ പാടത്താണ്, ആ കോട്ടപ്പാടം റോഡിലുള്ള ആ പാടത്താണ് ഷീലയുടെ പഴയ വീടില്ലേ, ആ ഓലപ്പര വെങ്ങ വീടും അതിന്റെ തൊട്ടടുത്താണ് ആ വലിയ വീട്. അത് ആ വീട് തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ട്, നമുക്ക് അറിയുന്ന അവരാണ്. അപ്പം അങ്ങനെ മനസ്സിനക്കരെ വരെ, ലാസ്റ്റ് മനസ്സിനക്കരെ വരെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് മക്കളെ ഇത്. പിന്നെ ഒരു യക്ഷിയുടെ സിനിമ ഉണ്ടായിരുന്നു, അത് അയലക്കുന്നത്ത്. അത് വാണീഷ്നാഥൊക്കെ യക്ഷിയായിട്ടുള്ളൊരു സിനിമ. സോ ഏറ്റവും കൂടുതൽ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള, അതും ഏറ്റവും ഹിറ്റായിട്ടുള്ള, പ്രകൃതി രമണീയമായിട്ടുള്ള, നമ്മുടെയൊക്കെ മനസ്സിൽ പാട്ടുള്ള പള്ളിത്തേരുണ്ടോ കുന്നിമണി ചെപ്പു തുറന്ന് ആ സ്ഥലം. പിന്നെ ആ അവർ ഒളിച്ചോടി പോകുന്ന രജിസ്ട്രേഷൻ ഓഫീസ്. ആ ഗ്രഹശേഷനെങ്കിൽ എല്ലാ കൊല്ലം കാണിച്ചു തരാറില്ലേ? നിങ്ങൾക്ക് ഈ കൊല്ലം ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. രജിസ്റ്റർ ഓഫീസ് എല്ലാ കൊല്ലം ഇവിടെ ഇതാണ് ആ ചായക്കട. എന്റെ പൊന്നെ, ഓടിപ്പോയിട്ട് പിന്നെ എനിക്ക് ഈ ചായക്കട എന്റെ വീടിനെക്കാട്ടിലും പരിചയമായി. എന്നാലും വരൂ കാണൂ. ശാരി ഡാൻസ് പഠിപ്പിക്കണില്ലേ, അതൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെയാണ് അവിടെ. ആ ഏരിയക്കൊന്നും ഒരു മാറ്റമില്ല എന്നുള്ളതാണ്. അപ്പൊ അതും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇന്നസെന്റിന്റെയും അവരുടെയൊക്കെ വീട്, തട്ടാന്റെ വീട് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്ന വീടുകൾ എല്ലാം ഇപ്പോഴും അതുപോലെയൊക്കെ തന്നെ ഉണ്ട്. അതാണ് എൻ്റെ നാട്. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. അപ്പൊ നമുക്ക് തൊഴുത് കഴിഞ്ഞ് നമുക്ക് പോവാൻ. വയറിന്റെ ഉള്ളിൽ നിന്ന് ഒരു വിളി വരുന്നു. രാവിലെ 9 മണിയായി. ലേശം അന്ന് കൊടലിമാല കയറിയണം. ഭഗവാനാണോ വിളിക്കണത്? അല്ല, വയറാണത്. നടക്കല് നിൽക്കുമ്പോ ഓണ വഴിക്ക് പഴം വാങ്ങി ചെന്നില്ലെങ്കിൽ അമ്മ ഓടിക്കും. കാരണം പുട്ടിന് പഴം വേണം. പഴം കിട്ടിയിട്ട് വേണം അവർക്കും കൂടെ ഭക്ഷണം കഴിക്കാൻ. അറിയോ? അപ്പോൾ ഇനി ഇവിടെ നിന്ന് കാണുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ പല ദിവസങ്ങളിലായിട്ട് അവിയൽ പരുവമായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. ഇത് എന്നെയും ഗീതുവിനെയും അമ്മ ഓടിച്ചതാണ് കേട്ടോ, അച്ഛനെ സഹായിക്കാൻ പറഞ്ഞിട്ട്. ഞങ്ങൾ രണ്ടുപേരും ആ നന്ദന സിനിമയിലെ പാറുട്ടിയമ്മ നടക്കുക എന്ന് പറയുന്നതാണ്. നാട്ടിൽ വന്നാൽ രണ്ടുപേരിൽ ആരാരം മടിച്ചിങ്ങൾ എന്നുള്ളതാണ്. പക്ഷെ അത് മുഴുവൻ ഞങ്ങൾ എടുത്തു വെച്ചു. അമ്മ ഞങ്ങളെ എടുത്തു വെപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇതേ കാറ്റും മഴയും ഒക്കെ മിക്സ്ഡാണ് കേട്ടോ. ഇനി നമ്മൾ പോണത് എൻ്റെ അമ്മയുടെ വീട്ടിലേക്കാണ്, പൊന്നാനിക്ക് കേട്ടോ. വെയിലത്തോ? കുറുക്കൻ്റെ കല്യാണമാണ്. കുറുക്കൻ്റെ കല്യാണം. അപ്പം നമ്മൾ
പൊന്നാനിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്തൊക്കെ നല്ല മഴയായിരുന്നു. ഇത് അമ്മ പഠിച്ച സ്കൂളാണ്, AVHS സ്കൂൾ ഉണ്ടല്ലോ പൊന്നാനി. അപ്പോൾ ആ സ്കൂളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും രംഷേട്ടനും ഗീതു ഒന്നും ഉണ്ടായിരുന്നില്ല. ഗീതു ബാംഗ്ലൂർക്ക് പോയി, രംഷേട്ടൻ മുംബൈയിലേക്ക് തിരിച്ചു പോയി. അതിനുശേഷം ഞാനൊരു 3-4 ദിവസം എൻ്റെ വീട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ വന്നതാണ് കേട്ടോ പൊന്നാനി. നമ്മൾ ബോംബെയിലേക്ക് വരുന്നതിൻ്റെ ഒരു 2-3 ദിവസം മുന്നെയാണ്. അപ്പോൾ ഞങ്ങൾ മിക്ക ദിവസം വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഫുള്ള് പല വീടുകളിലായി ഉണ്ടായ മാങ്ങയാണ് കേട്ടോ. നമ്മൾ മുംബൈയിലൊക്കെ ഒരുപാട് ആയിരക്കണക്കിന് രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന മാങ്ങയ്ക്ക് ഇത് വെറുതെ പോവാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്രാവശ്യം കുറേ അംഗസംഖ്യ ഉള്ളതുകൊണ്ട് നമുക്കിതൊക്കെ ഉപയോഗമായി. ഇപ്രാവശ്യം എല്ലാ വീട്ടിലും ഒരുപാട് മാവും പ്ലാവുള്ള എല്ലാ വീട്ടിലും നല്ലോണം മാങ്ങ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ അത്രയും മാങ്ങയും ചക്കയും കഴിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അവസാനമൊക്കെ ആയപ്പോഴേക്കും മഴയൊക്കെ പെയ്തെല്ലാം അളിഞ്ഞു പോയിരുന്നു. അത്രയും പൊട്ടിക്കാൻ ആളുകളില്ലാണ്ടും ഇല്ലാത്തവർക്കാണെങ്കിൽ ഒരുപാട് കൊടുക്കാനൊക്കെ പറ്റി. അത്രയും മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്രാവശ്യം. അപ്പോൾ ഇത് ആണ് പൊന്നാനിയുള്ള വീടുകൾ. അമ്മയ്ക്ക് 5 ഏട്ടന്മാരാണ്. അപ്പോൾ എല്ലാവരും അടുത്തടുത്ത് അങ്ങനെ കണ്ടോ എല്ലാ വീടുകളും ആയിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ തലക്കശ്ശേരി നിന്നേക്കാൾ കൂടുതൽ നിന്നിട്ടുള്ളത് പൊന്നാനിയാണെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പഠിച്ചതും പൊന്നാനി MESലാണ് കോളേജൊക്കെ. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് പ്ലേസ് ആണ് കേട്ടോ. ഞാൻ എപ്പോഴും അമ്മയുടെ വീട്ടിൽ തന്നെയായിരുന്നു. എൻ്റെ കസിൻസും ഒക്കെ കൂടുതൽ അവിടെയായിരുന്നു. അതിനുശേഷം നമ്മൾ പടിഞ്ഞാറങ്ങാടി ഇതേ അൽമിയയിലേക്ക് വന്നിരിക്കുകയാണ്. അൽമിയ സൂപ്പർ മാർക്കറ്റ് എല്ലാ സാധനങ്ങളും കിട്ടും. നമ്മുടെ വീട്ടിൻ്റെ അടുത്താണ്. അപ്പോൾ പോവാറായല്ലോ, മുംബൈയിലേക്ക് പോവാറായ സമയത്ത് കുറേ സാധനങ്ങൾ വാങ്ങണം. ഇതേ മാങ്കോസ്റ്റീൻ എന്ന് പറഞ്ഞ ഒരു ഫ്രൂട്ട് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഒന്ന് പറഞ്ഞുതരണേ. അപ്പോൾ അതായിരുന്നു ഈ ഒരു അവസാനത്തെ കുറച്ച് ദിവസങ്ങളായിട്ട് ഫുൾ ബേക്കറി പോവുക, സാധനങ്ങൾ വാങ്ങിക്കുക. പുട്ടുപൊടി, മല്ലിപ്പൊടി, മുളക് പൊടി സാധനങ്ങളൊക്കെ അമ്മ ഉണ്ടാക്കി. അതല്ലാതെ ഇത് ഞാൻ മലബാർ പാലട ഭയങ്കര അടിപൊളി. അത് അടപ്രഥമനൊക്കെ ഉണ്ടാക്കാൻ എക്സാക്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ വരുന്നതാണ്. പിന്നെ ഇത് കോഴിയട. ഇത് ആർക്കെങ്കിലും കഴിച്ചിട്ടുണ്ട്, നമ്മുടെ ഏരിയയിൽ മാത്രം കിട്ടുന്ന. പൊന്നാനിയാണ് ഇതിൽ ഏറ്റവും ഫേമസ്. ചിക്കനും ബീഫൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്തിട്ടുള്ള സാധനമാണ് ഈ കോഴിയട എന്ന് പറയുന്നത്. കേടു ടേസ്റ്റാണ് കേട്ടോ. ഇതങ്ങനെ എവിടെയും കണ്ടിട്ടില്ല. അങ്ങനെ കുറേ ബേക്കറിയൊക്കെ വാങ്ങിയിട്ട് നമ്മൾ മുംബൈക്ക് കൊണ്ടുപോകാനൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ദുരന്ത കഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഞാൻ വഴിയേ പറയാം കേട്ടോ. അപ്പോഴേക്കും മഴയോട് മഴയായി. ഈ മഴ പെയ്യുമ്പോൾ ഇങ്ങനെ കാലം നീട്ടി എന്തെങ്കിലുമൊക്കെ കുറച്ചിങ്ങനെ രാത്രി വരെ ഇരിക്കുക. ആഹാ, എന്താ രസമല്ലേ. അങ്ങനെ പറഞ്ഞ് നമ്മളിതേ മുംബൈയിലേക്ക് പോകാനുള്ള ദിവസം വന്നെത്തിയിട്ടോ. അപ്പോൾ അതിൻ്റെ തലേ ദിവസമാണ് ഇപ്പം നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കായും പയറുപ്പേരി എൻ്റെ ഫേവറേറ്റ്. അച്ഛൻ രാവിലെ തന്നെ ഒരു ചക്ക ഇട്ടിട്ടുണ്ടായിരുന്നു. എലിശ്ശേരി ഉണ്ടല്ലോ, അതിൻ്റെ ഫേവറേറ്റ്. അപ്പോൾ ആ ചക്ക വറക്കാൻ പറ്റിയ ചക്ക കേട്ടോ. അപ്പോൾ അമ്മ കുറച്ചെടുത്ത് വറുത്ത് നോക്കിയതാണ് നന്നാവുമോ നോക്കിയിട്ട്. പിന്നെ മഴ പെയ്യുമ്പോൾ ചക്കയൊക്കെ ടേസ്റ്റ് മാറും. പിന്നെ ഒരു 3-4 ഇങ്ങനെ വീണുണ്ടായിരുന്നു. അതിൽ ഈ വരിക്കച്ചക്ക നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ കൂട്ടാൻ വെക്കാൻ വേണ്ടി നോക്കിയപ്പോൾ നല്ല തിന്നാണെന്ന് കണ്ടപ്പോൾ വറക്കും കൂടെ ചെയ്തു. അടിപൊളിയായിരുന്നു. അപ്പോൾ കൊണ്ടുപോകാമെന്നും കൂടെ വിചാരിച്ചു കേട്ടോ. ഇതാണ് നമ്മുടെ കറിവേപ്പിൻ്റെ മരം. അപ്പോൾ അച്ഛന് രാവിലെ ആയിക്കഴിഞ്ഞാൽ അതാ കുറേ നേരം ഈ ഒരു ചെടികളുടെ കൂടെയാണ്. അത് മാത്രമല്ല ഇപ്പോഴത്തെ മഴയിൽ നമ്മുടെ ഓമക്കായുടെ മരം മുഴുവൻ പൊട്ടി വീണു. അപ്പോൾ കുറേ ഓമക്കായ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കുറേയൊക്കെ ഇവിടെ വെക്കാം. ഒന്ന് ഞാൻ കൊണ്ടുവന്നു, മുംബൈയിലേക്ക് കൊണ്ടുവരാമെന്ന് വെച്ച് പാക്ക് ചെയ്തു. പിന്നെ തറവാട്ടിക്ക് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അച്ഛൻ്റെ സിസ്റ്റേഴ്സും അവരൊക്കെ ഉണ്ടല്ലോ തറവാട്ടിൽ. അപ്പം ഞാൻ പോണതിൻ്റെ മുന്നേ യാത്ര പറഞ്ഞ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വക സാധനങ്ങൾ നടക്കാനുള്ള ദൂരമുള്ളൂ. മാത്രമല്ല മിത്തുക്കുട്ടീനെ കൊണ്ടുവരണം. ഞാൻ പറഞ്ഞല്ലോ 3 ദിവസമായിട്ട് അവിടെ തന്നെയാണ്. മിത്തു നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഫുൾ ടൈം അവിടെ ആയിരിക്കും, അല്ലെങ്കിൽ അവരൊക്കെ കൂടെ ഇവിടെ ആയിരിക്കും. കുറേ കസിൻസും ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ആണെങ്കിൽ അരിയുണ്ടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് നല്ല മഴയാണ്. അങ്ങനെ തറവാട്ടിലും വലിയമ്മമാർ, ചെറിയമ്മമാരും വലിയച്ഛൻ്റെയൊക്കെ വീട്ടിൽ പോയി എല്ലാ ഫുഡും അടിച്ച് കയറ്റി. കുറേ മാങ്ങയും ചക്കയൊക്കെ ഉണ്ടായിരുന്നു, അതും കൊണ്ടുവന്നു. അപ്പോഴേക്കും അമ്മ ദേ കൂവ പായസം, മിത്തുക്കുട്ടി കൂവ പായസം വേണം പോണതിൻ്റെ മുന്നേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അമ്മ ഉണ്ടാക്കിയ കൂവ വിരകിയതെന്നാണ് പറയുക ശരിക്കും. പിന്നെ ചക്കക്കുരു അതൊക്കെ ഞാൻ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാ സാധനവും കൊണ്ടുവരാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ചക്ക വറുത്തത്, അങ്ങനെ എന്തൊക്കെ കുത്തിക്കയറ്റാൻ പറ്റുമോ തലേ ദിവസം ഒരു ദിവസം കൊണ്ട് അതെല്ലാം കുത്തിക്കയറ്റി. അച്ഛനിതാ ഒരു സൈഡിൽ നിന്ന് ഇവിടെ പാക്കിങ് തുടങ്ങി. മല്ലിപ്പൊടി, മുളക് പൊടി അങ്ങനത്തെയൊക്കെ വീട്ടിൽ പൊടിപ്പിക്കുക ചെയ്യാം അമ്മ. അപ്പോൾ ആ സാധനങ്ങളൊക്കെ ഭയങ്കര ഫ്രഷ് അല്ലേ. എന്നും പറ്റുന്നില്ല, എന്നാലും പറ്റുന്നതൊക്കെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഒരാവശ്യമില്ലാതെ കുറേ ബേക്കറി വാങ്ങിയിട്ടുണ്ട്. സാധാരണ ഞാൻ അങ്ങനെ ബേക്കറി കൊണ്ടുവരാറില്ല. കാരണം അത് എപ്പോഴും വെയിറ്റ് കൂടും. ഈ ഫ്ലൈറ്റിൽ വരുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതാണ്, വെയിറ്റ് ഭയങ്കര ഇഷ്യൂ ആണ്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചക്ക ഉപ്പേരി എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഇനി ഇതൊക്കെ മുംബൈയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ചക്ക പോലും നമുക്ക് കിട്ടില്ല. പക്ഷേ എത്ര നമ്മൾ കൊണ്ടുവരും, കാറിൽ വരികയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവരാം. അങ്ങനെ ദേ നമ്മുടെ കൂവ വിരകിയത് റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ നിങ്ങൾക്ക്? നല്ല ടേസ്റ്റ് കേട്ടോ. നല്ലോണം നെയ്യിടണം. ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 2 മണി. കൂരിരുട്ട്. വീട്ടിൻ്റെ ഉള്ളിലൊന്നും കടക്കാൻ വയ്യ.
ഇപ്പം മൊബൈലിൻ്റെ ലൈറ്റിൽ കുറച്ചെങ്കിലും ഇവിടെ കാണുന്നുണ്ടാവും. നല്ല മഴ. നാളെ ഈ സമയത്ത് ബോംബെയിലെത്തി പാക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ പെട്ടിയൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചു. അച്ഛനും അമ്മയും അവരുടെ പാക്കിങ്ങിൻ്റെ അവരുടെ ഭാഗത്തുള്ള പാക്കിങ്ങൊക്കെ കഴിഞ്ഞു. ഇനി ഞാനതൊന്ന് എടുത്ത് വെച്ചാൽ മതി. പക്ഷെ മടി. നിങ്ങൾ തന്നെ പറയും ഈ മഴയാകുമ്പോൾ എങ്ങനെ. ഞാനിപ്പോൾ മൂടി പോയിച്ചൊന്ന് കിടന്നുറങ്ങാൻ പോകണം. കാരണം ഞാൻ പെട്ടി പാക്ക് ചെയ്യാൻ വേണ്ടി ഉള്ളിലേക്ക് കയറിയപ്പോൾ നല്ല ഇരുട്ട്. അപ്പോൾ എനിക്കിങ്ങനെ ആ ഇരുട്ടത്തിങ്ങനെ പുതപ്പിൽ മൂടി പോയിച്ച് കിടന്നുറങ്ങാൻ തോന്നാണ്. ഞാൻ കുറച്ച് നേരം ഉറങ്ങിയിട്ട് ഇനി വെക്കാമെന്ന് പറയുകയായിരുന്നു കേട്ടോ. എന്തൊരു മഴ. ഉച്ചയ്ക്ക് നന്നായി മൂടി പുതച്ചങ്ങോട്ട് കിടന്നുറങ്ങി കേട്ടോ. ഈ ഒരു ക്യാമറയുടെ വെളിച്ചത്തിൽ കുറച്ചും കൂടെ ലൈറ്റ് ഇതാണ് കറക്റ്റ് കേട്ടോ. വീട്ടിൻ്റെ ഉള്ളിലൊക്കെ ലൈറ്റ് ഇട്ടാൽ മാത്രമേ കണ്ണ് കാണുള്ളൂ എന്നുള്ളൊരവസ്ഥയാണ്. അങ്ങനെ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോൾ ഇനി പെട്ടിയൊക്കെ പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു പെട്ടിയൊക്കെ കൊണ്ടുവച്ചു. വെയിങ് മെഷീനൊക്കെ വെച്ചു. എന്തെങ്കിലുമൊക്കെ ഇതാക്കണമല്ലോ. അപ്പോഴേക്കും പിന്നെ നോക്കിയപ്പോൾ അമ്മ അടുക്കളയിൽ തന്നെയാണ്. പിന്നെ നമുക്ക് സഹായിക്കാനുള്ളൊരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ അതായത് എനിക്ക് കൊണ്ടുപോകാനുള്ള നാളികേരം വറക്കണത് കുറച്ച് നാളികേരം ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ കുറച്ച് പരിപ്പുവട ഞാൻ കുറച്ച് ദിവസമായി പറയണ്ടായിരുന്നു എനിക്ക് നന്നായിട്ട് പരിപ്പുവട കഴിക്കാമെന്ന് പറഞ്ഞു. കാരണം മഴ പെയ്യുമ്പോൾ പരിപ്പുവട അതിങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും ഉണ്ടാക്കി. വീടിൻ്റെ ഉമ്മറത്ത് നല്ല തണുപ്പിലിങ്ങനെ ചായയും പരിപ്പുവടയും കൂവപ്പായസവും എല്ലാം കൂടെ കഴിച്ച് ആഹാ കുറച്ച് ചക്കച്ചുള വറുത്തതും വേറെ എന്താ വേണ്ടില്ല ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഇപ്പോൾ സമയം 5 മണിയൊക്കെ കഴിഞ്ഞു. ഇനി പെട്ടി പാക്ക് ചെയ്തില്ലെങ്കിൽ നാളെ പോകാൻ പറ്റില്ല. 4 മണിക്ക് പോകേണ്ടതാണ്. അപ്പോൾ പെട്ടി പാക്ക് ചെയ്യാനുള്ള തയ്യാറെടുപ്പാണ്. എനിക്കാണെങ്കിൽ ഇത്രയും മടി ഈ മഴ കാരണം. അപ്പോൾ അത് ഞാൻ ഗുരുവായൂരിന്ന് വാങ്ങിയിട്ടുള്ള മയിൽപ്പീലി ആയിരുന്നു കേട്ടോ. ഞാൻ ഇപ്രാവശ്യം വിഷുവിന് വെക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ അന്ന് പോയ സമയത്ത് കെട്ടിനിറക്കി പോയ സമയത്ത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്ന മയിൽപ്പീലി ആയിരുന്നു. പിന്നെ ഞാൻ പറയണത് ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാനത് ഡിലീറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. കാരണം ഭയങ്കര ദൂരത്തായ കാരണം ഞാൻ മൈക്കും വയ്ക്കാൻ മറന്നു. പിന്നെ മഴയുടെ ശബ്ദം എല്ലാം കൂടെ ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അത് ഞാൻ വോയിസ് കട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇനി ഡ്രസ്സുകളൊക്കെ എടുത്ത് വെക്കാം. അപ്പോൾ ഡ്രസ്സൊക്കെ നോക്കുമ്പോഴാണ് നമ്മൾ ആ ഇവൻറ്റിന് നേരിട്ടിട്ട് ഈ ഡ്രസ്സ് ഇട്ടിട്ടാണല്ലോ നമ്മൾ പിന്നെ നാട്ടിലേക്ക് അങ്ങനെയാണല്ലോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ കഴുകിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. കാരണം ഇവിടെ എത്തിയപ്പോഴേക്കും മഴയൊക്കെ ആയി. കാരണം ഇത് കൈകൊണ്ട് കുറച്ച് നന്നായി കഴുകി കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അത് ഞാനങ്ങനെ ഉണക്കി എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ഈ പെട്ടിയൊക്കെ തുറക്കുന്നത് തന്നെ കേട്ടോ. ഡ്രസ്സൊക്കെ നമ്മൾ എയർ ഇന്ത്യയിലാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സാധാരണ 20 കിലോ പറ്റാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം 15 കിലോ. അതാണ് ഫ്ലൈറ്റിൽ വരുമ്പോൾ ഏറ്റവും പ്രശ്നം. 15 കിലോ ഒരാൾക്ക് പറ്റുള്ളൂ. അപ്പോൾ ഡ്രസ്സുകളൊക്കെ എടുത്ത് വെച്ചാൽ തന്നെ പിന്നെ നമ്മളൊന്നും കൊണ്ടുപോകില്ല. ഇപ്രാവശ്യം ഞാൻ കുറേ സാധനങ്ങൾ പാക്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആകെ ടെൻഷനായപ്പോൾ ഞാൻ എൻ്റെ എല്ലാ ഡ്രസ്സും ഞാൻ നാട്ടിൽ വെച്ചു. കാരണം എൻ്റെ ആകുമ്പോൾ പിന്നെ ഇനി വരുമ്പോൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ ഡ്രസ്സ് എന്ന് വിചാരിച്ചു. പക്ഷേ മിത്തുക്കുട്ടിയുടെ എന്താ വെച്ചാൽ നെക്സ്റ്റ് ടൈം വരുമ്പോഴേക്കും അവളുടെ ഡ്രസ്സുകളൊന്നും പാകമല്ലാതെയാവും. അപ്പോൾ അതുകൊണ്ട് അതൊന്നും വെക്കാൻ പറ്റില്ല. അപ്പോൾ അച്ഛൻ ഒരു 50 പ്രാവശ്യം പെട്ടി അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് വെയിറ്റ് നോക്കി അങ്ങോട്ട് വെയിറ്റ് നോക്കി ഇങ്ങോട്ട് വെയിറ്റ് നോക്കി. എന്നാലും പറ്റാവുന്ന നാടൻ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഡ്രസ്സ് കൊണ്ടുപോയില്ലെങ്കിലും വേണ്ടില്ല എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ മിത്തുൻ്റെ ഡ്രസ്സുകൾ എടുത്ത് വെച്ചല്ലേ പറ്റൂ. രാവിലെ 4 മണിയാണ് സമയം കേട്ടോ. നമുക്ക് കൊച്ചിയിലാണ് നെടുമ്പാശ്ശേരിയാണ് നമ്മുടെ ഫ്ലൈറ്റ്. അതും ആ ഒരു ദിവസമാണ് ഏറ്റവും അതിതീവ്രമായ മഴ എന്ന് പറഞ്ഞ ന്യൂസിൽ. അപ്പോൾ തലേ ദിവസം രാത്രി തുടങ്ങിയ മഴയാണ്. ഞങ്ങൾ 5 മണിക്ക് പോകാമെന്നാണ് വിചാരിച്ച്. പക്ഷേ ഞങ്ങളൊരു 4:30 ആകുമ്പോൾ തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം കൊച്ചിയിലേക്ക് എത്താൻ നല്ല ട്രാഫിക്കാണ്. മരമൊക്കെ വീണിട്ടുണ്ടെന്ന് പറഞ്ഞ് നേരത്തെ ഇറങ്ങി കേട്ടോ. നേരത്തെ ഇറങ്ങിയതുകൊണ്ട് തന്നെ നമ്മളൊരു 3 മണിക്കൂറൊക്കെ ആയപ്പോഴേക്കും കൊച്ചി എയർപോർട്ടിലെത്തി. അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. നല്ല മഴയായതുകൊണ്ട് അവർ കൂടെ വന്നു. അതുമാത്രമല്ല നമ്മുടെ പെട്ടി ലഗേജൊക്കെ കുറച്ച് വെയിറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞ് നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്നവരെ അവരവിടെ തന്നെ നിന്നു. പെട്ടി തുറന്നപ്പോഴാണ് 3-4 കിലോ കൂടുതലായിരുന്നു. അങ്ങോട്ടെടുത്ത് വെച്ച് ഇങ്ങോട്ടെടുത്ത് വെച്ച് അവസാനം ഞാൻ വാങ്ങിച്ച എല്ലാ ബേക്കറിയും, ഞാൻ നേരത്തെ പറഞ്ഞ ദുരന്ത കഥ ഇതായിരുന്നു, എൻ്റെ എല്ലാ ബേക്കറിയും ഞാൻ തിരിച്ച് അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് തന്നെ കൊടുത്തു വെച്ചു. എനിക്ക് ഭയങ്കര വിഷമമായി. പക്ഷേ നാട്ടിൽ എല്ലാ സാധനവും ഞാൻ കൊണ്ടുപോയി. കാരണം അതിവിടെ കിട്ടില്ലല്ലോ. ബേക്കറി ഓക്കെ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതെല്ലാം നമ്മുടെ അച്ഛൻ്റെ അടുത്ത് തിരിച്ച് കൊടുത്തു വെച്ചു. നല്ല മഴയായിരുന്നു. നമ്മൾ ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത് ഫുഡും കാര്യങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വെജ് ഓപ്ഷനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇഡ്ഡലി, വട, സാമ്പാർ സാധനങ്ങളൊക്കെ. പക്ഷേ ട്രാവലിംഗ് ഓക്കെ ആയിരുന്നു. കാരണം രമേശേട്ടൻ വരുന്ന സമയത്തും എൻ്റെ ഫ്രണ്ട് വരുന്ന സമയത്തൊക്കെ ടർബുലൻസ് കാരണം ഭയങ്കര പ്രശ്നമായിരുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അത്രയല്ലേ ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് അങ്ങോട്ട് കയറിയ സമയത്തുള്ള പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. അവരൊക്കെ വരുമ്പോൾ മുംബൈയിലും മഴ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ വരുമ്പോൾ മുംബൈയിൽ ഒട്ടും മഴ ഉണ്ടായിരുന്നില്ല. സ്കൈയൊക്കെ ക്ലിയർ ആയിരുന്നു. പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നാട്ടിൽ നിന്നുള്ള ആ ഒരു ടർബുലൻസും കാര്യങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ മുംബൈയിൽ അത്യാവശ്യം നല്ല ചൂടായിരുന്നു കേട്ടോ. ആ മഴയൊക്കെ പോയി എന്നാണ് തോന്നുന്നത്. അത്യാവശ്യം ഇങ്ങനെ ഒരു ചൂടൊക്കെ ഒരു അനുഭവപ്പെട്ടു. പക്ഷേ എന്നാലും സമ്മറിലുള്ള ഭയങ്കരമായ ചൂടില്ല. 2-3 ദിവസം മഴ പെയ്ത കാരണം അങ്ങനെ ഫൈനലി
മുംബൈയിലെത്തി. രംഷേട്ടൻ വന്നിട്ടുണ്ടായിരുന്നില്ല, വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് വീട്ടിൽ ഉണ്ടായിരുന്നു. പക്ഷേ വരാൻ പറ്റില്ല, ഞങ്ങളൊരു ഓല പിടിച്ചിട്ട് വരികയാണ് ചെയ്തത്. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് വന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് എന്തിനാണ് വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത് വെച്ചാൽ ഞാനും ഇത്തും കൂടെ ഒരു ഓല പിടിച്ചിട്ടാണ് വന്നത്. അങ്ങനെ നല്ല വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വെച്ചാലും നമ്മുടെ മുംബൈയിലെ വീട് കാണുമ്പോൾ എന്തോ ഒരു പ്രത്യേക സന്തോഷം, ഒരു സമാധാനം ഒക്കെയാണ്. അത് നമുക്ക് അങ്ങനെയാണല്ലോ, ഫൈനലി നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ പെട്ടെന്ന് നമ്മളെല്ലാം അതും മറന്ന പോലെയും ഒക്കെ ഫീൽ ചെയ്യും. പിന്നെ നമുക്ക് പോകാമല്ലോ, മുംബൈ അല്ലേ, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എപ്പോൾ പോകണം നാട്ടിലേക്ക് തോന്നിയാലും പോവാറില്ല എന്നുള്ളത് വേറെ കാര്യം, സ്കൂളും കാര്യങ്ങളും. പക്ഷേ എന്നാലും നമുക്ക് പോകാലോ എന്നുള്ളത് ഇതിലാണ് നമ്മൾ ഓരോ പ്രാവശ്യവും വരുന്നത് കേട്ടോ. അങ്ങനെ ഇപ്രാവശ്യം നാട്ടിലെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ്. പച്ചപ്പും ഹരിതാഭ്യം കുറച്ച് അധികം ആസ്വദിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. സാധാരണ സമ്മറിന് നമ്മൾ നാട്ടിൽ പോയതാണ്, പക്ഷേ ഇപ്രാവശ്യം നമ്മൾ മൺസൂൺ ആഘോഷിച്ചിട്ടാണ് വന്നത്. അപ്പം ഞങ്ങൾ എൻജോയ് ചെയ്ത് അതേപോലെ തന്നെ നിങ്ങളും നമ്മുടെ വീഡിയോയിലൂടെ എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. തൽക്കാലം നാട്ടിലെ കാഴ്ചകൾക്ക് ചെറിയൊരു ഇടവേള കൊടുത്ത് നമുക്കിനി മുംബൈയിലെ കാഴ്ചകളിലേക്ക് കാണാം അല്ലേ. അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കേട്ടോ. ബൈ.